ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഫ്രിക്കക്കാരുടെ ഇഷ്ട വിഭവമായ കസാവ ഫുഫു ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കസാവ ഫുഫു ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമുക്കേ ഈ കപ്പയൊന്ന് കുറുക്കിയാലോ, നമ്മുടെ പച്ചക്കപ്പ. അപ്പോൾ നമ്മുടെ ആഫ്രിക്കക്കാരുടെ ഇഷ്ട വിഭവവും ആവും, നമ്മുടെ വായിൽ കൊള്ളുകയില്ലാത്ത നമ്മുടെ നാട്ടിലെ പേരും ആവും. അപ്പോൾ നമ്മളിതെങ്ങനെയാണ് ഈ കപ്പ കുറുക്കി നമ്മുടെ കസാവ കുഫു ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാവേ. പേര് ശരിയാണോന്ന് എനിക്കത് എന്ത് പണ്ടാരും ആട്ടെ, അത് തന്നെ സംഭവം. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പം ഞാനിതേ നമ്മുടെ കപ്പ കുറുക്കാനായിട്ടിതേ നല്ലപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കൊത്തി കപ്പ ഈ മിക്സിയുടെ ജാറിനകത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മിക്സിയുടെ ജാറിൻ്റെ പല്ല് ചിലപ്പോൾ പോയെങ്കിലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടതാണെങ്കിൽ നരച്ചെടുക്കാൻ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ നമുക്കിതിങ്ങനെ ഒന്ന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. എന്നാ വായി കൊള്ളാത്ത പേരാണെങ്കിലും നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയാമല്ലോ. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഇത്ര നേരത്തെ വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാവേ. അങ്ങനെ നമ്മുടെ കപ്പ ഇതേ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് കുറുക്കിയെടുക്കാവേ. അപ്പോഴേ ഇതെങ്ങനെ നമ്മുടെ പാത്രമൊക്കെ നമ്മൾ അടുപ്പേ വെച്ചു. നമ്മുടെ കപ്പ കുറുക്കാനായിട്ട് നമുക്ക് വലിയ വായി കൊള്ളില്ലാത്ത പേരൊന്നും വേണ്ട. നമുക്ക് വായി കൊള്ളാവുന്ന ഒരു പേര് അങ്ങോട്ട് നമ്മൾ ഈ കപ്പ അരച്ച് നമ്മുടെ ഈ പാത്രത്തിനകത്തേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. ഇത്ര ഈ ഒരു പരുവത്തിന് വേണം അതിൻ്റെ ആ അരച്ചെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇച്ചിരി ഇളക്കാൻ എടുക്കുമ്പോൾ ഒരു ശകലം കട്ടിയുള്ള സ്പൂണൊക്കെ എടുക്കണം, ഇല്ലെങ്കിൽ ഈ കപ്പ കുറുകി വരുമ്പോഴത്തേക്ക് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒത്തിരി ഉപ്പ് വേണ്ട, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. ഒന്ന് നോക്കിയിട്ടൊക്കെ ചേർത്തേക്കണം, കപ്പയാണ് അതുകൊണ്ടേ. പിന്നെ ഇതങ്ങോട്ട് നമുക്കിങ്ങനെ അങ്ങോട്ടൊന്ന് ഇളക്കാം. ഇതിപ്പം ഇങ്ങനെ ഓരോ വെറൈറ്റി പേരുകളൊക്കെ ഇപ്പോഴല്ലേ പറയുന്നത്. നേരത്തെയൊക്കെ ഇത് നമ്മുടെ ഹൈറേഞ്ചുകാർക്കൊക്കെ ഇത് സ്ഥിരം കപ്പക്കുറുക്ക് വെള്ളുകപ്പയൊക്കെ പൊടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ കപ്പ വാട്ടുന്ന സമയത്തൊക്കെ കപ്പ ഇങ്ങനെ അരിഞ്ഞുണങ്ങി വെക്കും, വെള്ളുകപ്പ. എന്നിട്ട് അത് ഉണങ്ങി വെച്ചിട്ട് അതിങ്ങനെ പൊടിച്ച് നമ്മളിതുപോലെ കുറുക്കുണ്ടാക്കും, പുട്ടുണ്ടാക്കും, അടയുണ്ടാക്കും. ഇങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ഹൈറേഞ്ചിലൊക്കെ. ഇപ്പോഴാണിത് വലിയ ട്രെൻഡിങ് ആയിട്ട് വന്ന് ഈ പച്ചക്കപ്പയിൽ ഇങ്ങനെ കുറുക്കി. ഇത് എന്നാണേലും കപ്പ നമുക്കൊന്ന് കുറുക്കി നോക്കാം. ഞാനും ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊന്ന് ഇത് കണ്ടപ്പം ഒരു ഇൻട്രസ്റ്റ്, ഈ കപ്പയൊന്ന് കുറുക്കി കഴിച്ചാൽ കൊള്ളാമെന്ന്. അതുകൊണ്ടപ്പോൾ ഞാൻ എന്നാൽ ഒരു വീഡിയോ ആയിട്ട് എടുക്കുകയും ചെയ്യാം എന്ന്. അപ്പം ഞാനിങ്ങനെ മമ്മിയോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മി പറഞ്ഞു, അത് പണ്ടൊക്കെ ഈ ഒത്തിരി പിള്ളേരൊക്കെ ഉള്ള വീട്ടിൽ മമ്മിയുടെയൊക്കെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഈ കപ്പ ഇങ്ങനെ കപ്പ കഴുകുന്ന വെള്ളം ഇങ്ങനെ ഊറ്റി വെച്ചിട്ട് ആ വെള്ളം ഇങ്ങനെ കുറുക്കുണ്ടാക്കുമായിരുന്നു പറയുന്നുണ്ട് പണ്ടത്തെ കാലത്തൊക്കെ. ഇപ്പോഴല്ലേ ഇതൊക്കെ വലിയ വലിയ വെറൈറ്റി ആയിട്ട് വന്നു. അന്നത്തെ കാലത്തെയൊക്കെ ഫുഡല്ലേ ഇപ്പോൾ എല്ലാവരും വലിയ മോഡേൺ ആയിട്ടൊക്കെ ആക്കിക്കൊണ്ട് വരുന്നതല്ലേ. ഞങ്ങളുടെ ഹൈറേഞ്ചിലൊക്കെ ഇത് കപ്പ വാട്ടി കുറുക്കുക എന്നുള്ളത്, ഇങ്ങനെ പച്ചക്കപ്പയല്ല വെള്ളുകപ്പ ഇങ്ങനെ ഉണങ്ങി കുറുക്കുക എന്നുള്ള ഭയങ്കര ഒരു നല്ല, എന്നിട്ട് എന്തെങ്കിലും പുളിയുള്ള കറിയൊക്കെ ആയിട്ട് നല്ലൊരു എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമായിരുന്നു കേട്ടോ അന്നത്തെ കാലത്തൊക്കെ. ഇപ്പോൾ അങ്ങനെയൊന്നും കാണാനില്ല. ഇപ്പോൾ ഹൈറേഞ്ചിൽ കപ്പയിടയിലും കുറഞ്ഞു, വാട്ടും കുറഞ്ഞു, ഉണക്കും കുറഞ്ഞുകൊണ്ട് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഇഷ്ടം പോലെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ അമ്മച്ചിയൊക്കെ ഉള്ള സമയത്ത്. ഏതായാലും ഇതിങ്ങനെ നമ്മുടെ ചട്ടിയിൽ നിന്ന് വിട്ടു പോരുന്ന ഒരു പരുവമാണ് ഈ കുറുക്കുണ്ടാക്കി എടുക്കുന്നത്. നമ്മൾ വെള്ളുകപ്പയ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ പച്ചക്കപ്പയ്ക്ക് പാതിയാണ്. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ആഫ്രിക്കക്കാരുടെ ഇഷ്ട വിഭവമാണെന്നാണ് എല്ലാം ട്രെൻഡിങ് ആയിട്ട് എനിക്കൊന്ന് വരുന്നത്. ഇപ്പോൾ എവിടെ യൂട്യൂബ് ഫേസ്ബുക്ക് എടുത്താലും ഇതേ ഉള്ളൂ. അപ്പോൾ നമ്മളൊന്നും ഉണ്ടാക്കിയില്ലേ, മോശമല്ലേ? അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എടുക്കല്ലേ, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുറുക്കാവുള്ള, ഇല്ലെങ്കിൽ അങ്ങ് കപ്പ വേകാതെ അങ്ങ് കുറുകിപ്പോരും. ഇരുപത്തിയൊന്ന് വിട്ടോടി കളിക്കുന്ന പരുവമെന്നാണ് ഇതിൻ്റെ കറക്റ്റ്. പണ്ടിങ്ങനെ അമ്മയൊക്കെ കുറുക്കൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളും പോയി ഇങ്ങനെ സൈഡിൽ പോയി നിൽക്കും. നമുക്ക് അറിയത്തില്ലല്ലോ അന്ന് യൂട്യൂബ് വരുമെന്നോ യൂട്യൂബ് ഉണ്ടാകുമെന്നൊന്നും നമുക്കും ആർക്കും അറിയത്തില്ലായിരുന്നല്ലോ. ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങളൊക്കെ കൂടെ പഠിച്ചു വെക്കാമായിരുന്നു, അവരുടെയൊക്കെ ആ ടെക്നിക്കുകളൊക്കെ. എന്നാണേലും നല്ല ഉണ്ടാക്കി ആരെങ്കിലും നോക്കുന്നുണ്ടല്ലോ, ഉണ്ടാക്കുന്നവർ നല്ല ബലമുള്ള സ്പൂൺ വെച്ച് വേണേ ഇളക്കാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒടിഞ്ഞിരിക്കും സ്പൂൺ. എന്നാന്ന് വെച്ചാൽ ഇത് ഈ കപ്പ ഇങ്ങനെ ഇത് പശയായിട്ട് വരുന്ന സമയത്ത് ഭയങ്കര സ്റ്റാർച്ചായിട്ട് ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ഇത്
ഇത് ഭയങ്കര ബലമാണ് ഇതിന്. ഇതുണ്ടോ? അപ്പം നല്ല ബലമുള്ള സ്പൂണോ തവിയോ ഒക്കെ വെച്ച് വേണം. അല്ലെങ്കിൽ നമ്മൾ ഈ കപ്പ ഇളക്കുന്ന തുടുപ്പൊക്കെ ഇല്ലേ, അത് വെച്ചാണേലും കുഴപ്പമില്ല കേട്ടോ, ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാനായിട്ട്. ഏതായാലും സംഭവം കപ്പ കുറുക്കിയത് റെഡിയായി. ഇനി കസാബ കുഫു പേരൊന്നും വായിൽ കൊള്ളുകയില്ല. അതുകൊണ്ട് നമുക്ക് മലയാളികളല്ലേ, അപ്പോൾ നമുക്ക് നല്ല കപ്പ കുറുക്കിയെന്ന് തന്നെ അങ്ങ് പറയാം. പണ്ടൊക്കെ കപ്പപ്പൊടി കുറുക്കിയത്, വെള്ളുകപ്പ കുറുക്കിയെന്നൊക്കെയായിരുന്നു പറയുന്നത്. ഇതുണ്ട് ഇതിങ്ങനെ ഉരുണ്ടു വന്നു. ഇനിയിപ്പോൾ നമുക്കിത് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് നല്ലപോലെ പോരുന്ന പരുവത്തിന് വേണം നമുക്കിത് വാങ്ങി വെക്കാനായിട്ട്. ഇതുണ്ട്, ഇത് വിട്ട് ഇങ്ങനെ പോരുന്നു. ഏതായാലും നമുക്ക് ഈ പാത്രത്തിലേക്കൊന്ന് ഇടാവേ. നമുക്കും നല്ല, ഞാൻ പറഞ്ഞില്ല, എരിവുള്ള മത്തിക്കറി വെച്ചിട്ട് നല്ല പുളിയുള്ള കറികൾ എന്താണേലും നല്ലതാണ് കേട്ടോ. ഇനി ചിക്കൻ കറിയോ ബീഫ് കറിയോ സംഭവം കപ്പ തന്നെയല്ലേ. നമുക്കിത് ഇച്ചിരി ഒന്ന് എടുത്ത് നോക്കാം. ഭയങ്കര ചൂടാണ് കേട്ടോ. ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാമല്ലോ. സംഗതി പൊളിയാണ്. നമ്മൾ വായിലിടുകയൊന്നും വേണ്ട, അലിഞ്ഞ് തന്നെ അങ്ങോട്ട് ചവയ്ക്കൊന്നും വേണ്ട, അലിഞ്ഞ് തന്നെ പൊക്കോളും കേട്ടോ. പിന്നെ ആകെയുള്ളൊരു കുഴപ്പമെന്ന് പറയുമ്പോൾ ഇതൊരു പശ പോലെ ഇരിക്കുക, ഭയങ്കര ചൂടുമാണ്. തണുത്ത് കഴിഞ്ഞാൽ വലിയ ഇത് വരികയില്ലായിരിക്കും, പക്ഷേ ഭയങ്കര ചൂടാണ്. നല്ല അടിപൊളി സംഭവം കേട്ടോ. ഞാനതങ്ങ് ഒഴിച്ചപ്പോൾ അങ്ങ് കറങ്ങിപ്പോയെന്നേ ഉള്ളൂ. നമ്മുടെ മീൻകറി സൂപ്പറാണ്. നല്ല എരിവുള്ള മീൻകറി, നമ്മുടെ ഈ കപ്പ കുറുക്കിയതും കൂടെ നല്ല സൂപ്പറാണ്. നമുക്കിത് കഴിച്ചങ്ങനെ മടുക്കുകയായിരുന്നു. വായിലോട്ട് ഇടുമ്പോഴേ അങ്ങ് അലിഞ്ഞിറങ്ങിപ്പോവും. ബ്ലും 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 ഇത് അങ്ങനെ അലിഞ്ഞു പോവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ഇനിയിപ്പോൾ വായിക്കൊള്ളാത്ത പേരൊന്നും പറയണ്ട, നമ്മുടെ കപ്പ കുറുക്കിയത് ഒന്നുണ്ടാക്കി നോക്കിയാൽ മതി. പച്ചക്കപ്പയോ വെള്ളുകപ്പയൊക്കെ കിട്ടുന്നവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതുണ്ടാക്കി നോക്കാത്തവരെ ഉറപ്പായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ, താങ്ക് യു.